കൃഷിമേഖലയിൽ ഉണർവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കോതമംഗലത്ത് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 25ഓളം കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൃഷി സംരക്ഷണ യജ്ഞം ഖേത് ബച്ചാവോ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. കേന്ദ്ര മന്ത്രാലയത്തിന്റെ കീഴിൽ നടപ്പാക്കുന്ന പദ്ധതി പ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോതമംഗലം നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കൃഷിയിൽ നിലനിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും കൃഷിക്കാരെ ചതിക്കുന്ന രീതിയിലുള്ള കാലാവസ്ഥയാണ്. പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള മഴയും പേമാരിയും കൊടുങ്കാറ്റും കാറ്റുകളും എല്ലാം, അതുപോലെ ചൂട്, ഇതെല്ലാം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിളകൾക്ക് ഹാനി സംഭവിക്കുന്ന, അല്ലെങ്കിൽ അവർ അഹോരാത്രം പണിപ്പെട്ട് അവർ കൃഷി ചെയ്തു വരുന്ന അവരുടെ കൃഷി വിളകളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പും മറ്റും ഇതേപോലെയുള്ള ആളുകളെ വിളിച്ചു വരുത്തി, കൃഷിക്കാരെ വിളിച്ചു വരുത്തി എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, വരുന്ന കാലാവസ്ഥയെ എങ്ങനെ നമുക്ക് തടസ്സപ്പെടുത്താം, അല്ലെങ്കിൽ നല്ല കൃഷി എങ്ങനെ നമുക്ക് കൃഷി ഉൽപ്പാദിപ്പിക്കാൻ, കൃഷി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് ഒക്കെ ക്ലാസ്സാണ് വിളിക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൃഷി മേഖലയിലെ സംരക്ഷണ മാർഗങ്ങൾ, ആധുനിക കൃഷി രീതികൾ, കാർഷിക മേഖലയിലെ വെല്ലുവിളികളും പരിഹാരങ്ങളും തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തി റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുമോൻ സക്കറിയ ക്ലാസ് നയിച്ചു. കൃഷി ഓഫീസർ PT വിനോദ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ EP സാജു എന്നിവർ പങ്കെടുത്തു. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 25ഓളം കർഷകരും സെമിനാറിൽ പങ്കെടുത്തു. കർഷകർക്ക് അവബോധവും പ്രായോഗിക അറിവും നൽകുന്നതിനുള്ള ഇത്തരം പരിപാടികൾ കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായകരമാകുമെന്ന് സംഘാടകർ പറഞ്ഞു. നമ്മുടെ ടീച്ചർ കറക്റ്റായിട്ട് പറഞ്ഞ പോലെ ഖേത് ബച്ചാവോ അഭിയാനാണ്, കൃഷിയുടെ സംരക്ഷണമാണ്. അപ്പൊ അതിനകത്ത് തന്നെ 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ മണ്ണിന്റെ ഫലഭൂഷ്ഠത കൂട്ടുക, കർഷകന്റെ വരുമാനം കൂട്ടുക, നല്ല ഭാവി. അപ്പം ഹെൽത്തി സോയിൽസ്, വെൽത്തി ഫാർമേഴ്സ്, ബെറ്റർ ഫ്യൂച്ചർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് എങ്ങനെ നമുക്ക് ഹെൽത്തി സോയിൽ ഉണ്ടാക്കാം, ഹെൽത്തി സോയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വെൽത്തി ആയിട്ടുള്ള കർഷകൻ ഉണ്ടാവും. ഇപ്പൊ നമുക്കുള്ള ഒരു പ്രധാന എന്താ പറയുക, കൃഷിയിലെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ മണ്ണ് പണ്ടത്തെ പോലെ ഉൽപാദനക്ഷമത ഉള്ളതാണ്, അല്ലെ? ഫലപുഷ്ടമായ മണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടു. പല കാരണങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, ഏറ്റവും ഫലപുഷ്ടമായ മണ്ണ് മേൽമണ്ണാണ്. ഒരു കർഷകൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ആ മേൽമണ്ണിന്റെ സംരക്ഷണമായിരുന്നു, അല്ലെ? നമ്മുടെ കൃഷിയിടത്തിൽ വീഴുന്ന ഒരു തുള്ളി വെള്ളം പോലും ഒഴുകി പോകാതെ തട്ടുകൾ തിരിച്ച് ഈ മേൽമണ്ണ് സംരക്ഷിച്ചു. പക്ഷെ മീഡിയ 60 കോതമംഗലം.